നോക്കാം. ആദ്യം തന്നെ മഴ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് മഴ ശക്തമാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും മറ്റ് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പെരുമാതുറയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂരയും തകർന്നു റോഡിലേക്ക് വീണു. ഇടുക്കി ഡാം ജലനിരപ്പ് 2342.6 അടിയുമായി. മുൻ വർഷത്തേക്കാൾ 12.8 അടി കൂടുതലാണ് ഇത്. വിശദാംശങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ശക്തമായ മഴ സംസ്ഥാനത്തൊട്ടാകെ തന്നെ തുടരുകയാണ്. എല്ലാ ജില്ലകളിലും അലേർട്ടുമുണ്ട്. തുടർന്നുള്ള മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കാം മഴ സാധ്യതകൾ? ഇനിയും മഴ കനക്കാൻ തന്നെയാണോ കാണപ്പെടുന്നത്? ഹരി, അടുത്ത ഒരാഴ്ചത്തേക്ക് അതിശക്തമായ മഴയാണ് കേരളത്തിൽ പ്രവചിക്കുന്നത്. അതായത് 18-ാം തീയതി വരെ സംസ്ഥാനത്ത് വിവിധ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 17-ാം തീയതി വരെ റെഡ് അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകൾക്കും റെഡ് അലർട്ടാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലർട്ടും മറ്റ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും. അങ്ങനെ സംസ്ഥാനത്തുടനീളം ഇന്ന് എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ട്. എല്ലാ ജില്ലയിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചിക്കുന്നതും. ഒപ്പം തന്നെ നാളെയും അതിതീവ്ര മഴ മുന്നറിയിപ്പുകളുണ്ട്. നാളെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് 5 ജില്ലകൾക്കും റെഡ് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകൾക്കും നാളെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കൂടുമെന്നതാണ് മുന്നറിയിപ്പ്. നമുക്കറിയാം, ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയിരുന്നു. മെയ് 24-ന് എത്തിയ കാലവർഷം അതിശക്തമായ മഴയാണ് അന്ന് കേരളത്തിൽ ലഭിച്ചത്. ഒപ്പം തന്നെ നിരവധി നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമായി. അതോടൊപ്പം തന്നെ അന്ന് ബംഗാൾ ഉൾക്കടലിലടക്കം ന്യൂനമർദ്ദം രൂപപ്പെട്ടതായിരുന്നു മഴ ശക്തമാവാൻ കാരണമായത്. അത്തരത്തിൽ തന്നെ ഇപ്പോൾ വടക്ക് കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി കൂടി ഇത്തവണ മഴ കനക്കുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിൽ ശക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റായിരിക്കും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾക്കൊക്കെ അത് കാരണമാകും. വലിയ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഒപ്പം ഉയർന്ന തിരമാലയ്ക്ക്, അതായത് 3 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വരാവുന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരദേശവാസികളടക്കം ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴ ആകുന്നു, മഴ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് സാഹചര്യം. അതാണ് ഹരി മുന്നറിയിപ്പുകളുള്ളത്. വ്യക്തമാണ്. അതായത് കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയിരുന്നതാണ്. അപ്പോൾ ശക്തമായ മഴ ഇനിയും തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. എല്ലാ ജില്ലകളിലും അലേർട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. സാരംഗ് കൂടുതൽ വിശദാംശങ്ങൾ തരും. സാരംഗ്, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. പെരുമാതുറയിൽ ശക്തമായ കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നതായ ഒരു റിപ്പോർട്ടുമുണ്ട്. തലസ്ഥാനത്ത് എങ്ങനെയുണ്ട് നിലവിലത്തെ സാഹചര്യം? ഇനിയും മഴ തുടരാനുള്ളൊരു സാധ്യത തന്നെയാണോ കാണുന്നത്? നിലവിൽ തലസ്ഥാനത്ത് യെല്ലോ അലേർട്ടാണ്. മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് മഴ സാധാരണ രീതിയിൽ കുറഞ്ഞ രീതിയിൽ എത്താനാണ് സാധ്യത കാണുന്നത്. പക്ഷേ മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റാണ് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. പല ഭാഗങ്ങളിലും മരങ്ങൾ പൊട്ടി വീണിട്ടുള്ള പ്രശ്നങ്ങൾ മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് അവ എത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരദേശ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അതായത് പല ഭാഗങ്ങളിലും കടൽക്ഷോഭത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ശംഖുമുഖം, അതേപോലെ തന്നെ വലിയതുറ, കൊച്ചുതാപ്പ് ഭാഗങ്ങളിലൊക്കെ വീടുകളിലേക്ക് കടലടിച്ചു കയറി കടലിലേക്ക് വീടുകൾ തകർന്ന് വീഴുന്ന രീതിയിലേക്ക്, അതായത് കൃത്യമായ കടൽഭിത്തിയുടെ നിർമ്മാണമോ കാര്യങ്ങളോ ഇല്ലാത്തതിനാൽ വീടുകളെല്ലാം തകരുന്ന ഒരു അപകട ഭീഷണിയിലാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നഗരത്തിൽ പൊതുവെ മഴ കുറവാണ്. പക്ഷേ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും, ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ മഴയുടെ സാധ്യത തള്ളിക്കളയാനാവില്ല. ഒപ്പം തന്നെ മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റ് പല സ്ഥലങ്ങളിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, പല ഭാഗങ്ങളിലും മെയ് മാസത്തിൽ മുൻപേ എത്തിയ മൺസൂൺ മഴ തിരുവനന്തപുരത്തിന്റെ പരക്കെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മരങ്ങൾ പൊട്ടി വീണും അതേപോലെ തന്നെ മഴവെള്ളം കെട്ടി നിന്നും ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ലെങ്കിലും മരങ്ങൾ കൃത്യമായി വെട്ടിനീക്കാത്ത അപകട ഭീഷണി ഉയർത്തുന്ന പല ഭാഗങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവയിൽ സർക്കാർ നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം മഴ യെല്ലോ അലേർട്ടാണ്, വലിയ രീതിയിലുള്ളൊരു മുന്നറിയിപ്പും കാര്യങ്ങളൊന്നും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നമുക്കില്ലെങ്കിലും ഇത്തരത്തിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന പല മേഖലകളും, അതേപോലെ തന്നെ റോഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല
മരങ്ങളും മറ്റും മുറിച്ചു മാറ്റാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഇനി മഴ കനക്കുകയാണ്, മൺസൂൺ കനക്കുകയാണെങ്കിൽ മറ്റ് റെഡ് അലർട്ടുകൾ പോലെയുള്ള ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും യെല്ലോ അലർട്ട് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മഴ പ്രശ്നങ്ങളൊന്നും നിലവിൽ തലസ്ഥാനത്ത് നിലവിലില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ മഴയും കാറ്റും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹരി സാറംഗ്, അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അപകടം തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് റോഡിലേക്ക് മറിയുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. പെരുമാതുറയിലായിരുന്നു സംഭവം. അതിന്റെ വീടിന്റെ റൂഫ് ഷീറ്റ് തീരദേശ റോഡിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ട്. സാരംഗ് തന്നെ സൂചിപ്പിച്ചു, തീരദേശ പ്രദേശങ്ങളിലൊക്കെ തന്നെ തീരദേശത്തൊക്കെ തന്നെ ആ ഒരു ശക്തമായ കാറ്റിന്റെ സാധ്യതയും കൂടി കാണുന്നുണ്ടെന്നുള്ളത്. അവിടെ പ്രത്യേകിച്ച് മറ്റ് നാശനഷ്ടങ്ങൾ വേറെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്നലെ നമുക്കറിയാം മുതലപ്പുഴയിൽ ഒരു ബോട്ട് ഇത്തരത്തിലൊരു കടക്ഷോഭത്തിൽപ്പെട്ട് മറിഞ്ഞിട്ട് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. ഒപ്പം തന്നെ പല വീടുകൾക്കും ആൾനാശത്തിന് മറിച്ച് മറ്റുള്ള വീടുകൾക്കും മറ്റും കേടുപാടുകൾ സംഭവിക്കുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മുതലപ്പുഴ നമുക്കറിയാം ഒരുപാട് വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളും മറ്റും ഈ മുതലപ്പുഴയിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ശംഖുമുഖം ഭാഗത്ത് കടൽക്ഷോഭം വളരെ അധികം വർദ്ധിച്ചിട്ട് തീരമില്ലാത്ത രീതിയിലേക്ക് എത്തി. അതായത് റോഡിന്റെ ഒരു ഭാഗം ശംഖുമുഖം ഭാഗത്ത് വിനോദസഞ്ചാരികൾ മറ്റും എത്തുന്ന ഭാഗത്ത് ഒരു ഭാഗത്ത് റോഡ് അടച്ചു വെച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയ ഒരു രീതിയിലായിരുന്നു കുറച്ച് മുൻപ് വരെ, കഴിഞ്ഞ മാസത്തെ മഴയുടെ സമയത്തടക്കം. ഇത്തവണ അത് വളരെയധികം കടൽ മുന്നോട്ട് കയറി വരുന്നൊരു സംഭവം ഇന്നലെ രാത്രി അടക്കം ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് നമുക്കറിയാം ഒരുപാട് സംരക്ഷിതമായ കെട്ടിടങ്ങളും മറ്റുമുണ്ട്. അവയ്ക്കൊക്കെ കേടുപാട് നിലവിലില്ലെങ്കിലും പക്ഷേ ഭീഷണി ഉയർത്തുന്ന തരത്തിലേക്ക് കടൽക്ഷോഭം ഉണ്ടാകും. ഒപ്പം തന്നെ വീടുകൾ, അതായത് നമുക്കറിയാം ശംഖുമുഖം അതേപോലെ തന്നെ വലിയതുറ ഭാഗങ്ങളിൽ കടലിനോട് വളരെ ചേർന്നാണ് പലരും നാട്ടുകാർ മറ്റും വീടുകൾ നിലനിൽക്കുന്നത്. അത്തരം വീടുകൾക്ക് കൃത്യമായ കടൽ ഭിത്തിയും മറ്റും ഇല്ലാത്തതിന്റെ പേരിൽ അതായത് കടൽക്ഷോഭം വളരെ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട്. ചില വീടുകൾ ഭാഗികമായി തകർന്നിട്ടുമുണ്ട്. ഹരി, ഭാഗികമായി വീടുകൾ തകർന്നിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് വിശദാംശങ്ങൾ തരും. പ്രിൻസ്, ജലനിരപ്പ് 2342 അടിയിലോളം എത്തിയിട്ടുണ്ട്. ആശങ്കയുടെ ഒരു സാഹചര്യമുണ്ടോ? അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ കാലാവസ്ഥ എങ്ങനെയാണ് നിലവിൽ? നിലവിൽ ഇടുക്കിയിൽ ഒറ്റപ്പെട്ട സമയങ്ങളിൽ മഴ ശക്തമായ സാഹചര്യമുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും മഴ വിട്ടുമാറിയ അവസ്ഥയല്ല. മഴ തുടർച്ചയായി ഒറ്റപ്പെട്ട സമയങ്ങളിൽ മഴ പെയ്യുന്ന ഇടുക്കിയിൽ ഇടവിട്ട് മഴ ശക്തമായ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിൽ മികച്ച മഴ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ഡാമുകളുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കി ഡാമിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 12 അടിയോളം കൂടുതൽ വെള്ളമുണ്ട്. ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലും ജലനിരപ്പ് 128 അടിയിൽ അധികം ഉള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഈ 2 അണക്കെട്ടുകളിലേക്കും കാര്യമായ ശക്തമായ നീരൊഴുക്കുണ്ടെങ്കിൽ പോലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഈ അണക്കെട്ടുകൾ തുറക്കേണ്ട അവസ്ഥ നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടിയും ലോവർ പെരിയയും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ചെങ്കുളം അണക്കെട്ടിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പരമാവധി സംഭരണ ശേഷിയിലേക്ക് ഉയരുന്നൊരു സാഹചര്യം. വരും ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ചെറുകിട അണക്കെട്ടുകളിൽ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. ഇരട്ടയാർ, കല്ലാർ തുടങ്ങി ഇടുക്കി ഡൈവേർഷൻ ഡാമുകൾ, പൊന്മുടി പോലുള്ള മറ്റു അണക്കെട്ടുകളിലൊക്കെ വെള്ളം ഉയരുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇടുക്കിയും മുല്ലപ്പെരിയാറും തുറക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതിശക്തമായ മഴ തുടർച്ചയായി പെയ്തെങ്കിൽ പോലും ഇടുക്കിയോ മുല്ലപ്പെരിയാറോ ഇപ്പോഴത്തെ അവസ്ഥയിൽ തുറക്കേണ്ട സാഹചര്യമില്ല. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ മഴയ്ക്കൊപ്പം കാറ്റ് കുറവുണ്ട് എന്നത് വലിയ ആശ്വാസകരമാണ്. ഈ മൺസൂൺ ആരംഭിച്ച സമയങ്ങളിൽ അതിശക്തമായ മഴയും ഒപ്പം വലിയ കാറ്റുമാണ് ഹൈറേഞ്ചിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് അതിർത്തി മേഖലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന കാർഷിക മേഖലയിലൊക്കെ ശക്തമായ കാറ്റാണ് വീശുക. അതുകൊണ്ട് തന്നെ 130-ലധികം വീടുകൾ തകർന്ന സാഹചര്യം ആ സമയങ്ങളിലുണ്ടായി. ഒപ്പം ഹെക്ടർ കണക്കിന് ഭൂമിയിലെ ഏലം, കുരുമുളക് അടക്കമുള്ള കൃഷി നശിക്കുന്ന ഒരു സാഹചര്യം ആ സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ മഴയുണ്ടെങ്കിൽ പോലും ശക്തമായ കാറ്റ് ഇല്ല എന്നത് ആശ്വാസകരമാണ്. അത് വലിയ കർഷകർക്കടക്കം വലിയ ആശ്വാസമായ ഒരു സാഹചര്യമാണ്. അപ്പം വരും ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായി തുടരാനുള്ള സാഹചര്യം ഉള്ളതിനാൽ ഇടുക്കിയിൽ ജാഗ്രത നിർദ്ദേശങ്ങൾ തുടരുന്നുണ്ട്. 17 വരെ 3 ഗ്യാപ് റോഡിലുള്ള രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഗ്യാപ് റോഡിൽ മിക്കപ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളതാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ ഗ്യാപ് റോഡിൽ മണ്ണിടിഞ്ഞ സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഗ്യാപ് റോഡിലെ രാത്രികാല യാത്രയ്ക്ക് 17-ാം തീയതി വരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ജലവിനോദങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ജലവിനോദ ആക്ടിവിറ്റികൾക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഖനനമടക്കമുള്ള പരിപാടികൾക്കും മണ്ണെടുപ്പ് പോലുള്ള പരിപാടികൾക്കും ഒക്കെ താൽക്കാലിക നിരോധനം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അതോടൊപ്പം തന്നെ ശക്തമായ നിരീക്ഷണം ജില്ലയിൽ
തുടരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിലവിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ കാര്യമായ അപകടങ്ങളൊന്നും ജില്ലയിൽ നടന്നിട്ടില്ല. ഒപ്പം ക്യാമ്പുകളൊന്നും ജില്ലയിൽ പ്രവർത്തിക്കുന്നില്ല. അതൊക്കെ തന്നെ വലിയൊരു ആശ്വാസകരമാണ്. വ്യക്തമാണ്. വിശദാംശങ്ങളാണ് പ്രിൻസ് ജെയിംസ് നൽകിയത്. ഇടുക്കിയിൽ നിലവിൽ മഴ തുടരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ശക്തമായ കാറ്റ് അവിടെ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ തിരുവനന്തപുരത്ത് തീരദേശ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കാറ്റ് ഒരു വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ട്. എന്തായാലും വിശദാംശങ്ങളാണ് പ്രിൻസ് ജെയിംസ്, ഐഷത്തുൽ ഷംന, സാരംഗ് സുധാകരൻ എന്നിവർ. കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു. ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. ആളപായമില്ല. പഴക്കം ചെന്ന കെട്ടിടമാണ് നിലം പതിച്ചത്. അത് ഒരു ഇൻഷുറൻസ് അല്ലേ, ഒരു വീഡിയോ ചെയ്തോളി. ഇൻഷുറൻസ് ആളൊക്കെ വീഡിയോ വേണ്ടേ, പ്രൂഫ് വേണോ? പത്തനാപുരം കടയ്ക്കാമണിൽ പോലീസ് ജീപ്പ് മറിഞ്ഞു. പോക്സോ കേസ് പ്രതിയുമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോകവെയാണ് അപകടം സംഭവിച്ചത്. എല്ലാവർക്കും നിസ്സാര പരിക്കുകളാണുള്ളത്. റോഡിലെ വെള്ളക്കെട്ടിൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പാലക്കാട് തിരുമിറ്റക്കോട് തോട്ടിൽ ഗൃഹനാഥൻ മരിച്ച നിലയിൽ. ഞങ്ങാട്ടിരി മാട്ടായ സ്വദേശി ദാസനാണ് മരിച്ചത്. ലോട്ടറി വിൽപ്പന തൊഴിലാളിയായിരുന്നു അദ്ദേഹം. കോഴിക്കാട്ടിരി പാലത്തിന്റെ കുളക്കടവിലാണ് ഇന്ന് കാലത്ത് മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത്. ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് മണ്ണാർക്കാട് പുഴക്കരയിൽ കുഴഞ്ഞു വീണ സ്ത്രീ മരിച്ചു. മണ്ണാർക്കാട് ചെത്തല്ലൂർ കുന്നത്ത് രമണിയാണ് മരിച്ചത്. അത്തിപ്പറ്റക്കടവിലാണ് സംഭവം നടന്നത്. തുണികൾ അലക്കി തിരിച്ചു വരുന്നതിനിടെ കടവിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കണ്ണൂരിൽ വൈദികന് നേരെ ആക്രമണം. ബിഷപ്പ് ഹൗസിൽ ധനസഹായം ചോദിച്ചെത്തിയയാൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണം നടത്തിയ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നൽകിയ ധനസഹായം കുറഞ്ഞുപോയെന്നാരോപിച്ച് കറിക്കത്തി കൊണ്ടായിരുന്നു ഇയാൾ ആക്രമണം നടത്തിയത്. വലത് കൈക്കും വയറിനും കുത്തേറ്റ ജോർജ് പൈനാടത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്കെതിരെ വധശ്രമം ചുമത്തി കേസെടുത്തു. കോഴിക്കോട് കുറ്റ്യാടിയിലെ ലാബിൽ സ്ത്രീകളുടെ താമസ സ്ഥലത്ത് ഒളിക്യാമറ വെച്ച ലാബ് നടത്തിപ്പുകാരൻ പിടിയിൽ. അരീക്കര അസം ആണ് പിടിയിലായത്. സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയ BJP പ്രവർത്തകർ ലാബിന്റെ ബോർഡുകൾ അടിച്ചു തകർത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള അരീക്കര ലാബിനോട് ചേർന്ന് വനിതാ ജീവനക്കാർക്കായി താമസ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ജീവനക്കാരിൽ ഒരാൾ ശുചിമുറിയിൽ പോയ സമയത്താണ് ജനലിന് സമീപം മൊബൈലുമായി ഒരാളെ കണ്ടത്. യുവതി ബഹളം വച്ചതോടെ നാട്ടുകാരെത്തി സ്ഥാപനത്തിലെ CCTV പരിശോധിച്ചപ്പോൾ ലാബിന്റെ നടത്തിപ്പുകാരനായ അസ്ലമാണ് മൊബൈൽ ക്യാമറയുമായി ശുചിമുറി ദൃശ്യം പകർത്തിയതെന്ന് വ്യക്തമായി. നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറി. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പിന്നീട് സ്റ്റേഷനിലേക്ക് മാറ്റി. അരീക്കര ലാബിലെ വനിതാ ജീവനക്കാർക്കൊപ്പം മറ്റു ചില ലാബുകളിലെ വനിതാ ജീവനക്കാരും താമസിച്ചിരുന്നത് ഇവിടെയാണ്. സംഭവത്തെ തുടർന്ന് യുവതികളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. മറ്റു യുവതികളുടെ ദൃശ്യങ്ങളും ഇയാൾ ചിത്രീകരിച്ചോന്ന് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. ലാബിന്റെ പേരെഴുതിയ ഫലകങ്ങളും ബോർഡുകളും പ്രവർത്തകർ അടിച്ചു തകർത്തു. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കും. കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന K. ഷൈജത്ത്, K. സനിത്ത്, പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കുക. മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിന്റെ പിന്നിൽ പോലീസുകാരായ ഷൈജിത്തും സനിത്തുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബിന്ദുവും പിടിയിലായ ഇടപാടുകാരും ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചിരുന്നു. കേസിൽ പ്രതിചേർക്കപ്പെട്ട പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് ബിന്ദുവിന്റെ അക്കൗണ്ടിൽ നിന്നും
ലക്ഷങ്ങളെത്തിയിരുന്നതായും കണ്ടെത്തി. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചതോടെയാണ് രണ്ടുപേരും ഒളിവിൽ പോയത്. പ്രതികളുടെ മൊബൈൽ ഫോൺ ഇന്നലെ ഓണായിരുന്നുവെങ്കിലും ഇന്ന് സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും പ്രതികൾ നടത്തുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ വട്ടോളി ബസാർ സ്വദേശി അമീഷ് കുമാറും പ്രതികൾക്കൊപ്പമുണ്ടെന്നാണ് സൂചന. ഒരാഴ്ച മുമ്പാണ് മലപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തി സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായവരുടെ മൊബൈൽ ഫോണുകളും അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കേന്ദ്രത്തിന്റെ ഉടമകളായ പോലീസുകാരിലേക്ക് എത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് നെല്ലിയാമ്പതി ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാനകൾ. സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിലാണ് 2 കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി പ്രദേശത്ത് വീടിനോട് ചേർന്ന പ്ലാവിലെ ചക്ക തിന്നിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ വീടും ആക്രമിച്ചു. എറണാകുളം കാലടി പാലത്തിൽ വീണ്ടും കുഴി. 2 ആഴ്ച മുമ്പാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, 2 ആഴ്ച മുമ്പ് പൂർത്തിയാക്കിയ റോഡിന്റെ അവസ്ഥയാണോ ഇത്? ഹരി, കഴിഞ്ഞ മാസം 1-ാം തീയതിയായിരുന്നു പാലത്തിലെ റീടാറിംഗ് നടത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ആ വഴി കടന്നു പോവുകയും പാലത്തിന്റെ കുഴിയിൽ അദ്ദേഹത്തിന്റെ വാഹനം കുടുങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി, PWDക്ക് നിർദ്ദേശം നൽകുകയും ഉടനെ തന്നെ പാലം പണി ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പാലം തുറന്നു കൊടുത്ത് 2 ആഴ്ച പോലും ആയിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും കുഴി രൂപപ്പെട്ടത്. ഈ മഴ തുടരെ പെയ്യുന്നത് വലിയൊരു പ്രതികൂല അവസ്ഥയായി മാറി എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പക്ഷേ അതിലേക്ക് വീണ് ആളുകൾ, ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരൊക്കെ ആ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വീണ്ടും അവിടെ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. മണിക്കൂറുകൾ നീണ്ട കുരുക്കുകളാണ് ഇപ്പോഴും ഈ പാലത്തിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് വീണ്ടും പഴയപടിയാകുന്ന സാഹചര്യമാണ്. തുടരെയുള്ള ഈ മഴയും വാഹനങ്ങൾ തുടരെ പോകുന്നതുമാണ് ഈ ടാറിംഗ് ഇങ്ങനെ ഇളകി പോകാൻ കാരണമെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണ്. കേന്ദ്രമന്ത്രി അടക്കം ഇടപെട്ട് പണി പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും പാലത്തിന്റെ അവസ്ഥ പഴയതുപോലെ ആകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഹരി, വ്യക്തമാണ്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. 2 ആഴ്ച മുമ്പായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വഴി യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ വലിയ തിരക്ക്, ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രമന്ത്രി കാറിൽ നിന്നിറങ്ങി റോഡ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നത്. പക്ഷേ ടാറിംഗ് പൂർത്തിയാക്കി പാലം തുറന്നതിന് ശേഷം ശക്തമായ മഴയിൽ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും കുഴി രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീണ്ടും പഴയ പോലെ തന്നെ സ്ഥിതി ആവുകയാണോ എന്നുള്ളത് നാട്ടുകാരുടെ ആശങ്കയും ഉയരുന്നൊരു സാഹചര്യമുണ്ട്. വിവരങ്ങളാണ് നവമി ദിനേശ് നൽകിയത്. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അഗ്രി നോളജ് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ആലോചന. ഫാമിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാർഷിക ഉപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. നിലവിൽ ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നടപടികളും പുരോഗമിച്ച് വരികയാണ്. പട്ടാമ്പി പ്രാദേശിക കാർഷിക കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ മുഹമ്മദ് മൗസിൻ MLA അധ്യക്ഷതയിലായിരുന്നു കാർഷിക ഉപദേശക സമിതി യോഗം ചേർന്നത്. ഫാമിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പുതിയ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തലും യോഗത്തിലുണ്ടായി. തൊഴിലാളികൾക്ക് വിശ്രമത്തിന് ആവശ്യമായ സൗകര്യത്തിനും സ്ഥാപനത്തിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മൗസിൻ MLA അറിയിച്ചു. ഫാമിൽ അഗ്രി നോളജ് സംവിധാനം ആരംഭിക്കാൻ ആലോചിക്കുന്നതായി MLA പറഞ്ഞു. പട്ടാമ്പിയിലെ നമുക്കറിയാം, ഈ ഗവേഷണ കേന്ദ്രത്തിലെ ഫാം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായി പഠനം നടത്തി അടുത്ത അഡ്വൈസറി കമ്മിറ്റിയുടെ മുമ്പായിട്ട് തന്നെ അത് തീരുമാനിക്കാനും കരുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ജലസംഭരണി നിർമ്മാണം പൂർത്തിയാകുന്നതിനിടെ ഫാമിന്റെ പ്രവർത്തനം എങ്ങനെയാകണമെന്ന കാര്യത്തിൽ കൃത്യമായ പദ്ധതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. വിത്തുൽപാദനം വർദ്ധിപ്പിക്കൽ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. ഇതിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ സർക്കാരിന് റിപ്പോർട്ടായി സമർപ്പിക്കും. ന്യൂസ് 18 പട്ടാമ്പി. റെയിൽവേ ട്രാക്കുകൾക്ക് അരികിൽ സ്ഥാപിക്കുന്ന സുരക്ഷാ വേലികൾ വഴിമുടക്കുമെന്ന ആശങ്കയിൽ പാലക്കാട് വാണിയംകുളം നിവാസികൾ. ചോറോട്ടൂർ, വെള്ളിയാട് എന്നിവിടങ്ങളിലെ 100ഓളം കുടുംബങ്ങളാണ് ഫെൻസിംഗ് നടപ്പാക്കുന്നതിൽ ആശങ്കയോടെ കഴിയുന്നത്. തീവണ്ടികൾ
ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി റെയിൽപാളങ്ങൾക്ക് ഇരുവശവും സംരക്ഷണ വേലി സ്ഥാപിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. എന്നാൽ വലിയ കമ്പിവേലികൾ സ്ഥാപിച്ചാൽ സഞ്ചാരം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് വാണിയംകുളം പഞ്ചായത്തിലെ ചോറോട്ടൂർ വെള്ളിയാട് ഭാഗത്ത് റെയിൽപാളത്തിന് ഇരുവശവുമുള്ള 100ഓളം കുടുംബങ്ങൾ. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് കൂടെ നിലനിർത്തിക്കൊണ്ട് വേണം ഈ സ്പീഡ് കൂടിയിട്ടുള്ള ട്രെയിനുകൾ ഓടിക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ അത് ചിലപ്പോൾ മറ്റേ ഈ ഭൂപ്രകൃതിയുടെ സാഹചര്യങ്ങളനുസരിച്ച് ഒന്നുകിൽ റെയിലിനടിയിൽ കൂടെയുള്ള പാതകളായിരിക്കും, അതല്ലെങ്കിൽ ട്രാക്കിൻ്റെ മുകളിൽ കൂടെയുള്ള നടപ്പാതകളായിരിക്കും. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടും കൂടെയോ ഒരു 1/2 കിലോമീറ്ററോളം ദൂരം ഉള്ള ഈ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അത് ഏർപ്പെടുത്തണം. ഏക്കർ കണക്കിന് കൃഷിഭൂമിയും 75ഓളം വീടുകളുമുള്ള ചോറോട്ടൂരിലെ തെക്കുമുറി ഭാഗത്ത് എത്തിപ്പെടണമെങ്കിൽ ട്രാക്ക് മുറിച്ചു കടക്കണം, അല്ലെങ്കിൽ ട്രാക്കിന് അടിയിലൂടെയുള്ള ഇടുങ്ങിയ അടിപ്പാതയെ ആശ്രയിക്കണം. ഏതാണ്ട് 100 ഏക്കറോളം നെൽകൃഷി മാത്രമുണ്ട് ഇവിടെ. അവിടേക്ക് എല്ലാ കൃഷി ചെയ്യണമെങ്കിൽ ട്രാക്ടർ കൊണ്ടുപോകണം, കൊയ്ത്ത് യന്ത്രം കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരുപാട് പിന്നെ മറ്റ് രാസവളങ്ങളോ അങ്ങനെയുള്ള ജൈവവളങ്ങളോ കൊണ്ടുപോകണം വെച്ചാൽ വാഹന സൗകര്യം ഇല്ലെങ്കിൽ തീരെ സാധിക്കില്ല. അപ്പോൾ ഈ സുരക്ഷാവേലി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു സൗകര്യം കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. അതിനൊരു പരിഹാരം എന്തായാലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. വെള്ളിയാട് ട്രാക്കിനപ്പുറത്ത് 15ഓളം വീടുകളാണുള്ളത്. 2000ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പമ്പ് ഹൗസിൽ എത്തിപ്പെടാനും മറ്റു വഴികളില്ല. ഏക്കർ കണക്കിന് കൃഷിഭൂമിയും റെയിൽവേ ട്രാക്കിന് മറുപുറത്താണ്. കാർഷികാവശ്യങ്ങൾക്കായി വാഹനങ്ങൾ മറുപുറത്തെത്തിക്കാൻ കാലങ്ങളായി ഈ അടിപ്പാതയെയാണ് പ്രദേശത്തുകാർ ആശ്രയിക്കുന്നത്. ഏകദേശം 15ഓളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടിയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തു കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നതിനെ ഏത് വിധത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് റെയിൽവേ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം പ്രദേശവാസികളുടെ സഞ്ചാരത്തിനും മറ്റും ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. സുരക്ഷാ വേലി സ്ഥാപിച്ചാൽ ഈ അടിപ്പാതയിലൂടെയുള്ള സഞ്ചാരം കൂടി തടസ്സപ്പെടുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് റെയിൽവേ DRM ഉൾപ്പെടെയുള്ളവർക്ക് പ്രദേശവാസികൾ നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. അടിമാലിക്ക് സമീപം മച്ചിപ്ലാവിൽ കനത്ത മഴയിൽ കൃഷിയിടത്തിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. മച്ചിപ്ലാവ് സ്കൂൾ പടിയിൽ താമസക്കാരനായ ജോർജ് കുട്ടിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. കനത്ത മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിഞ്ഞ് വലിയ അപകടം സംഭവിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. 2 ദിവസങ്ങളായി ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ്. മഴ കനത്തതോടെ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. മച്ചിപ്ലാവ് സ്കൂൾ പടിയിൽ പുരയിടത്തിലെ കരിങ്കൽ കെട്ടി ഇടിഞ്ഞത് വീടിന് ഭീഷണിയായി. സ്കൂൾ പടിയിൽ താമസക്കാരനായ ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തിൽ നിർമ്മിച്ചിരുന്ന കരിങ്കൽ കെട്ടാണ് ഇടിഞ്ഞു വീണത്. ഇവിടെ നേരത്തെ ഒരു മലയായിരുന്നു. നമ്പ്യാപറമ്പിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ ഇത് അഗാധമായി മലയിടിച്ച് ഇത് കട്ടിങ് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ പുരയിടത്തിന് ചുറ്റും ഇങ്ങനെ കട്ടിങ് വന്നപ്പോൾ പരാതി പറഞ്ഞപ്പോൾ പുള്ളി അത് കെട്ടിത്തന്നതാണ് കോൺക്രീറ്റ്. അത് ഇന്നലത്തെ മഴയ്ക്ക് ഇടിഞ്ഞു പോയി. എൻ്റെ പുരയിടത്തിനും എൻ്റെ വീടിനും നാശനഷ്ടങ്ങൾ ഇനി ഒരു ഇതുണ്ടായാൽ എൻ്റെ വീടിന് വരെയും ഇതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതലിടിഞ്ഞ് വീട് അതീവ അപകടാവസ്ഥയിലാകുമെന്ന ആശങ്കയിലാണ് ജോർജ് കുട്ടിയും കുടുംബവും. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടക്കുന്ന പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട്. പാതയോരത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളും മഴ പെയ്യുമ്പോൾ വലിയ ആശങ്കയിലാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ മഴ കാഴ്ചകളിൽ പ്രത്യേക സ്ഥാനമുണ്ട് കല്ലാർകുട്ടി ജലാശയത്തിന്. മൺസൂണിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നിറയുന്ന ജലാശയമാണിത്. കല്ലാർകുട്ടി ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ച മഴക്കാലത്ത് ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ്. ഓരോ മഴക്കാലത്തും ജില്ലയിൽ ആദ്യം തുറക്കുന്ന ഡാമുകളിലൊന്നാണ് കല്ലാർകുട്ടി. ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്നത് നാട്ടുകാർക്ക് പുതുമയുള്ള കാര്യമല്ലെങ്കിലും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ്. കല്ലാർകുട്ടി വഴി സഞ്ചരിക്കുന്ന മിക്കവരും ഇവിടെ അല്പനേരം സമയം ചെലവഴിച്ച് കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരുക.
and also coming water from the dam. So beautiful looking. മലമടക്കുകൾക്കിടയിലൂടെ വന്യത പൂണ്ടൊഴുകുന്ന മുതിരപ്പുഴയുടെ കാഴ്ചയും മനോഹരമാണ്. ന്യൂസ് 18 ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 9,320 രൂപ, പവന് 74,560 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,670 രൂപ, പവന് 61,360 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോ 1,18,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്.